വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂക്ക് ബൈറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന നല്ലൊരു പാൽപ്പറാത്തയുടെ കൂടെ കഴിക്കാൻ ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള ഒരു ഈസി പൊട്ടറ്റോ കറിയുടെ റെസിപ്പിയാണ്. നല്ലൊരു ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം പാൽപ്പറാത്ത ഉണ്ടാക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി, പാകത്തിനുള്ള ഉപ്പ്, കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്. അതിൽ ചേർത്തില്ലെങ്കിലും ഈ പറാത്തയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. 3/4 കപ്പും 1 ടേബിൾ സ്പൂണും ഇളം ചൂടുള്ള പാല് ചേർത്ത് മിക്സ് ചെയ്ത് കൈകൊണ്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള 9 ബോൾസാണ് ഇതിൽ നിന്ന് കിട്ടിയത്. കുറച്ച് കുക്കിംഗ് ഓയിലോ നെയ്യോ ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ എല്ലായിടത്തും ബോൾസിൽ ആക്കി കൊടുത്ത് 10 മിനിറ്റ് ഈ ഡോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് പൊട്ടറ്റോ കറി ഉണ്ടാക്കാം. പൊട്ടറ്റോ കറി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുക്കർ ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് 1 പീസ് ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഒന്ന് പച്ചമണം മാറിപ്പോകുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത 2 ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാള ഒന്ന് നന്നായിട്ട് വാടി വരണം. ഇതിലേക്ക് 2 പച്ചമുളക് സ്ലൈസ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി സവാള നല്ല സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കുക. പൊടികളായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറിപ്പോകുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി, ഒരു 50 ഗ്രാം ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്തത് തക്കാളി ചേർത്തും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നന്നായി വഴറ്റി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം പൊട്ടറ്റോ തൊലിയൊക്കെ മാറ്റി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു, അതും കൂടെ ചേർത്ത് ഇനി തീയൊന്ന് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വേവിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാൽപ്പറാത്ത പരത്തിയെടുക്കാം. പറാത്തയുടെ ബോൾസ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഓരോ പറാത്തയുടെ ബോൾ എടുത്തിട്ട് ഗോതമ്പ് പൊടിയിൽ റോൾ ചെയ്തെടുത്തിട്ട് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടെ കനത്തിൽ പരത്തിയിരിക്കുന്നത്. നടുക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. നെയ്യ് കഴിക്കാത്തവരാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി വിതറി ഇതുപോലെ മടക്കി പരത്തിയെടുത്താൽ മതി. അപ്പോൾ ലെയറുകളായിട്ട് കിട്ടും. ഇനി നന്നായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കാം. ട്രയാങ്കിളായിട്ടോ സ്ക്വയറായിട്ടോ മടക്കി പരത്തിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓരോ പറാത്തയും ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് കുമിളകൾ വന്നു തുടങ്ങും. അപ്പോൾ മറിച്ചിട്ട് 2 സൈഡും മറിച്ചും തിരിച്ചിട്ട് ചുട്ടെടുക്കുക. ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടാണ് ചുട്ടെടുത്തത്. നെയ്യ് ഇല്ലെങ്കിലും ഈ പറാത്ത നല്ല സോഫ്റ്റായിട്ടിരിക്കും. ബാക്കി പറാത്തയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്തെടുത്ത തേങ്ങാപ്പാലാണ്. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ളൊരു ഉപ്പുണ്ടായിരുന്നു, ഞാൻ വേറെ ഉപ്പ് ചേർത്തില്ല. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് പകർത്തിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല രുചിയുള്ളൊരു പൊട്ടറ്റോ കറിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പാൽപ്പറാത്തയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ ഈ പാൽപ്പറാത്ത കാണിച്ചു തരാം. ഈ പാൽപ്പറാത്തയുടെ ഒരു പ്രത്യേകത നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പാൽപ്പറാത്തയാണ്. ഇതുപോലെ ഇങ്ങനെ നമുക്ക് ലെയറുകളായിട്ട് ഇരിക്കും. കഴിക്കാനും നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. നമുക്ക് ഈ പാൽപ്പറാത്തയും ഈ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് 20-25 മിനിറ്റ് മാക്സിമേ വേണ്ടി വരുള്ളൂ. ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും നല്ലൊരു ഐറ്റമാണ്. കൂടുതൽ നേരം ഉണ്ടാക്കി ഈ പറാത്ത പുറത്തിരുന്നാലും ഹാർഡായി പോവില്ല. വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും നല്ല റെസിപ്പീസുമായി കാണാം.
താങ്ക് യു.